ഗ്രീഷ്മയുടെ ഇനി ജീവിതം എന്ന് പറയുന്നത് ജയിലിൽ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞാനിപ്പോൾ കോടതി മുറിക്കകത്ത് കയറി ഗ്രീഷ്മയെ കണ്ടിരുന്നു. അവിടെ വലിയൊരു പോലീസ് സന്നാഹത്തിന് നടുവിലാണ് ഗ്രീഷ്മയുള്ളത്. തൊട്ടുപുറത്ത് ഒരു കസേരയിൽ ഇപ്പോഴും കരച്ചിൽ നിർത്താതെ രണ്ടുപേരിപ്പുണ്ട്, ഷാരൂണിന്റെ അച്ഛനും അമ്മയും. അവർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അവരുടെ ഒരു പ്രതികരണമാണ് കേരളം കാത്തിരിക്കുന്നത്. അവരുടെ പ്രതികരണം, അവർ തൊഴുകൈകളോടെയാണ് വിധിക്ക് ശേഷം ന്യായാധിപന്റെ മുന്നിൽ നിന്നത്. അപ്പോൾ അവർ പുറത്തേക്ക് വരുമ്പോൾ അവർ ഒരുപക്ഷെ ആ പ്രതികരണത്തിന് വേണ്ടിയുള്ള കരുത്ത്, മാനസികമായ ഒരു കരുത്ത് അവർ ആർജിച്ചെടുക്കാനുള്ള ശ്രമമാകും നടത്തുന്നത്. കാരണം അത്രത്തോളം ഈ വിധി കൂടി കേൾക്കുമ്പോൾ അവരുടെ വൈകാരികമായ അവസ്ഥ, അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്തുവാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനുള്ള കരുത്ത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സമൂഹത്തോട് അവരുടെ പ്രതികരണം പറയാനുള്ള ഒരു കരുത്ത് എടുക്കാൻ വേണ്ടിയുള്ള, ഒരു സ്വസ്ഥത നേടാൻ വേണ്ടിയുള്ള ഒരു ഇരിപ്പാണ് ആ കോടതിക്കുള്ളിൽ ആ മാതാപിതാക്കൾ ഇരിക്കുന്നത്. ഞാൻ അച്ഛനോട് സംസാരിച്ചു. ഷാരൂണിന്റെ അച്ഛനോട് സംസാരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പ്രതികരിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങളുടെ ഇത്രയും കാലം കൂടെ വന്ന മാധ്യമങ്ങൾക്ക് നന്ദിയും പറഞ്ഞു. പക്ഷേ അമ്മയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ വിധി ആയല്ലോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കിട്ടിയില്ല, പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോഴും അവർ ഏങ്ങലടിച്ച് കരയാണ്. അവർക്ക് കരച്ചിൽ വിധി കൊണ്ട് തിരിച്ചു കിട്ടുമോ മകനെ അമൽ? അതാണ് അവരുടെ ഉള്ളിൽ. അവർക്ക് ഇപ്പോൾ കൊലപാതകം ചെയ്ത പ്രതിക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നു, അവരെ കൊന്നുകളയാൻ നീതിന്യായം തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് നഷ്ടപ്പെട്ട ജീവൻ അവരുടെ മകൻ, ആ മൂത്ത മകൻ ഷാരോൺ, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന മകനാണ്. അവന്റെ ജീവിതത്തിന്റെ ഉയർച്ചകൾ അവർ കാത്തിരുന്നതാണ്. അങ്ങനെ ഒരു മകനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ശിക്ഷാവിധി അത് ആ പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും അവർക്ക് മകനെ തിരിച്ചു കിട്ടില്ലല്ലോ എന്ന വേദന അപ്പോഴും നിൽക്കുകയാണ്. ഒരു പക്ഷേ അവർക്ക് ഒരു നീതി കിട്ടി എന്നുള്ള ഒരു സമാധാനത്തിനപ്പുറം മകന്റെ നഷ്ടം അതൊരു തീരാ നഷ്ടമായി, തീരാ വിയോഗമായി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് അവരെ ഉലച്ചുകൊണ്ടേയിരിക്കും ഈ ജീവിതകാലം മുഴുവൻ. ആ ഉലച്ചിൽ, അവരുടെ ആ ഒരു വേദന കോടതി മനസ്സിലാക്കി കഴിഞ്ഞു.